എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. ഇയാൾക്ക് എന്താണ് വയ്യേ? ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? തറൂർ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. പിച്ചക്കാരെല്ലാം ടാറ്റ കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ഉണ്ടാക്കടാ. നീ തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. തെരുവിളിക്കണേ കാരണം പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട് ചിരിച്ചു പോയനെ. സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ചേട്ടാ, എന്റെ പേര് ശബരീഷ് എന്നാണ്. നല്ല പേര്. പേര് പറയാനാ വിളിച്ചേ? നീ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഇവനാ സംസാരിച്ചത്. ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കഞ്ചാവടിച്ച് കഴിഞ്ഞ തവണ പാതാളത്തെ വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഇപ്പൊ അതെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്താ. ഇപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.